നമസ്കാരം. സുപ്രീം കോടതി കൊളീജിയത്തിനും ജുഡീഷ്യൽ നിയമനങ്ങൾക്കും എതിരെ അതീവ ഗുരുതരവും സുപ്രധാനവുമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളുമായി രാജ്യത്തെ പരമോന്നത കോടതിയിലെ തന്നെ മുതിർന്ന ജഡ്ജി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ പരമാധികാരവും വിശ്വസ്തതയും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സെന്റർ ഫോർ ലീഗൽ പോളിസി ആവിഷ്കരിച്ച ജുഡീഷ്യൽ ട്രാൻസ്പെറൻസി ഇൻഡെക്സ് പുറത്തിറക്കുന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് ജുഡീഷ്യറിയിലെ ഉയർന്ന പദവികളിലേക്ക് നടക്കുന്ന നിയമനങ്ങളിലെ ദുരൂഹതകളെയും സുതാര്യമില്ലായ്മകളെ കുറിച്ച് അദ്ദേഹം തുറന്നടിച്ചത്. സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കുമുള്ള ജഡ്ജിമാരുടെ നിയമനങ്ങളിൽ കൊളീജിയം സ്വീകരിക്കുന്ന നിഗൂഢമായ നിലപാടുകളെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു. കേവലം ഏതാനും പേർ അടങ്ങുന്ന കൊളീജിയം എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില വ്യക്തികളെ ജഡ്ജിമാരായി നിർദ്ദേശിക്കുന്നത് എന്നും മറ്റു ചിലരെ തള്ളിക്കളയുന്നത് എന്നും അറിയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അർഹതപ്പെട്ടവരുടെയും യോഗ്യതയുള്ളവരുടെയും നിയമനങ്ങൾ തടയപ്പെടുകയോ അല്ലെങ്കിൽ വൈകിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ പേര് നിരസിക്കപ്പെട്ടത് എന്നതിന്റെ വ്യക്തമായ കാരണം വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാക്കപ്പെടാത്തത് നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യതയ്ക്ക് മേൽ വലിയ കരിനിഴൽ വീഴ്ത്തുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. ജുഡീഷ്യറിയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ മാനസികാവസ്ഥയെയും മൂല്യങ്ങളെയും കുറിച്ച് അതീവ ഗൗരവകരമായിട്ടുള്ള മുന്നറിയിപ്പാണ് ജസ്റ്റിസ് ഭുയാൻ നൽകുന്നത്. സാധാരണക്കാരായ ജനങ്ങളെയും പൗരന്മാരെയും ഉറുമ്പുകളെന്നും കോക്രോച്ചുകളെന്നും അഥവാ പാറ്റകളെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നതും നിന്ദ്യമായി കാണുന്നതുമായിട്ടുള്ള ചിന്താഗതിയുള്ളവർ അത്യുന്നത നീതിപീഠങ്ങളിൽ എത്തുന്ന അവസ്ഥ ഏതു വിധേനയും ഒഴിവാക്കപ്പെടണം. അത് ജനങ്ങളോട് പ്രതിബദ്ധതയോ ബഹുമാനമോ ഇല്ലാത്ത ഇത്തരം വ്യക്തികൾ ജുഡീഷ്യറിയുടെ ഭാഗമാകുന്നത് തടയണമെങ്കിൽ നിലവിലുള്ള നിയമന പ്രക്രിയകളിൽ പൂർണ്ണമായും സുതാര്യത ഉണ്ടായേ മതിയാവൂ. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന നീതി ഉറപ്പാക്കേണ്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ജനങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ജുഡീഷ്യൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കൊളീജിയം നടത്തുന്ന ഓരോ ശുപാർശകൾക്ക് പിന്നിലെയും കാരണങ്ങൾ, വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. നിഗൂഢതകൾ മാറ്റി നിർത്തി ജുഡീഷ്യൽ ട്രാൻസ്പെറൻസി അഥവാ നീതിന്യായ വ്യവസ്ഥയിലെ സുതാര്യത ഉറപ്പാക്കാൻ കൊളീജിയം സംവിധാനവും സുപ്രീം കോടതി നേതൃത്വവും തയ്യാറാക്കണം. അർഹരായവർ തള്ളപ്പെടുകയും അയോഗ്യരായവർ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുന്നത് തടയാൻ നിയമന ശുപാർശകളുടെ വിശദാംശങ്ങൾ കൃത്യമായി തുറന്നു പറയുന്ന രീതി നിലവിൽ വരണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിലപാടുകളോടും കൊളീജിയത്തിന്റെ പ്രവർത്തനങ്ങളോടുമുള്ള പരോക്ഷമായിട്ടുള്ള വിയോജിപ്പും വിമർശനവുമാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാന്റെ ഈ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ രാജ്യത്തെ നിയമ മേഖലയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. Different angles. Don't forget to subscribe and support this channel.